Hi, Namaste, welcome back viewers, welcome back to my channel WinTrader. ഫോറക്സ് മാർക്കറ്റിൽ എങ്ങനെ സക്സസ്ഫുള്ളായി ട്രേഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഗോൾഡിൻ്റെ പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് എൻട്രിയും എക്സിറ്റും അതേപോലെ റിവേഴ്സ് പോയിൻറ്റും നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അതേപോലെ എവിടം വരെ ഹോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഗോൾഡിനാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് മാർക്കറ്റ് ബൈയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1 അവർ ചാർട്ട് എടുത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ലാസ്റ്റ് ബൈ വന്ന് 1-ാം തീയതിയാണ്. അപ്പോൾ 1-ാം തീയതിക്ക് ശേഷം ഒരു സെൽ ട്രേഡിലേക്ക് മാർക്കറ്റ് പോയിട്ടില്ല. മാർക്കറ്റ് ഹൈക്ക് അതേ റേഞ്ചിൽ തന്നെ പിടിച്ച് ബൈയിൽ ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ്. എക്സിറ്റ് ചെയ്യാനുള്ള ഇൻഡിഫിക്കേഷൻ പോലും കാണിച്ചിട്ടില്ല. ഇപ്പോഴും ബൈ തന്നെയാണ്. നമുക്ക് 2053 നമ്മളെടുത്ത ബൈ ആണ്. അവിടെ ഓൾറെഡി കൺഫേംഡ് ആയിരുന്നു. 113 പോയിന്റ് കയറി നിൽക്കുവാണ്. 3 ടാർഗറ്റ് അടിച്ചിട്ടും മാർക്കറ്റ് ഒരേ റേഞ്ചിൽ തന്നെ നമുക്ക് പോകുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെച്ച് ഹ്യൂജ് റിട്ടേൺസ് എടുക്കാനും പറ്റും. എക്സിറ്റ് ചെയ്യാനുള്ള സിമ്പിളാണ്. നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റ് ആ ഒരു പൊസിഷനിൽ തന്നെ കാണിച്ചു തരും. ഇപ്പോൾ ഗോൾഡിൽ 1 അവറിലും 30 മിനിറ്റ്സിലും അതേപോലെ 4 അവറിലൊക്കെയാണ് നമ്മൾ കൂടുതലും വെക്കാൻ സൗകര്യം. കാരണം ആ 15 മിനിറ്റ്സിനും കുറവ് ടൈം ഫ്രെയിം നമുക്ക് കുറഞ്ഞ ടൈം ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേക്ക് ആയിട്ടുള്ള ചില ഡൗൺസുകൾ നമുക്ക് ആക്ച്വലി അവിടെ നിന്നൊരു ട്രേഡ് എടുത്ത് നമ്മൾ അതായത് ഒരു കൺഫ്യൂസിങ് ആകാനും നമുക്കൊരു ലോസിലേക്ക് പോകാനും ഉള്ള ചാൻസ് നമുക്ക് കൂടുതലായിട്ട് വരും. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മൾ ടൈം ഫ്രെയിം വെക്കുന്ന സമയത്ത് കുറച്ച് കൂടിയ ടൈം ഫ്രെയിം, അതായത് ഒരു 30, 1 അവർ, 4 അവർ ഈ ടൈം ഫ്രെയിം 3 എണ്ണത്തിലും മാത്രം നമ്മൾ ഫോറക്സിൽ സെറ്റ് ചെയ്താൽ മതി. കൂടുതലും 30 ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ സിമ്പിളാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാണ് ബൈസിക്കൽ, ഇതാണ് സെല്ല്. അപ്പോൾ ബൈ വരുമ്പോൾ നമുക്ക് ക്യാൻഡിൽ ഗ്രീൻ വേണം, താഴെ ഗ്രീൻ വേണം, പ്രൈസ് ഇൻ ബൈ സോൺ വേണം. ഇപ്പോൾ 30 മിനിറ്റ്സിൽ ഞാൻ കാണിച്ചു തരാം. 30 മിനിറ്റ്സിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 2 സിഗ്നൽ ഇന്ന് വന്നിട്ടുണ്ട്. ഇന്ന് വന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് സിഗ്നൽ 2:30 ബൈ ആണ്. എൻട്രി പോയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ടാർഗറ്റുകൾ താഴെ 3 എണ്ണം. ഇപ്പോൾ 2 പോയിന്റ് കയറി നിൽപ്പുണ്ട്. മാർക്കറ്റ് ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നു. അതിന് മുമ്പ് ഒരു സെല്ല് വന്നിട്ടുണ്ട്. പക്ഷേ ഈ സെല്ല് ഇവിടെ കാണിച്ചിരിക്കുന്ന കളർ ഓറഞ്ച് ആണ്. അവിടെ റെഡ് വന്നിട്ടില്ല. ക്യാൻഡിൽ കളർ റെഡ് വന്നാൽ മാത്രമേ നമുക്ക് ആക്ച്വലി അവിടെ നിന്നൊരു സെല്ലിലേക്കെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ റെഡ് വരണം. അപ്പോൾ ഇവിടെ റെഡ് വന്ന് ഇവിടെ റെഡ്, താഴെ റെഡ് ആണെങ്കിൽ മാത്രമേ ട്രേഡ് ആക്ടിവേറ്റ് ആവുള്ളൂ. ഇല്ലെങ്കിൽ ആ ട്രേഡ് നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സെല്ല് കൺഫേംഡ് അല്ല. ഇവിടുന്ന് മാർക്കറ്റ് കുറച്ചൊന്ന് ഡൗൺ ഇറങ്ങാൻ ശ്രമിച്ചിരുന്നു. നമ്മൾ രാവിലെ ഇന്നലെ മാർക്കറ്റ് കയറി ഇവിടുന്ന് കട്ട് ചെയ്യായിരുന്നു. പക്ഷേ താഴെ സോൺ ഗ്രീനായ സ്ഥിതിക്ക് അവിടെ നിന്നൊരു ബൈ തന്നെയാണ്. സെല്ലിലേക്ക് പോയിട്ടില്ല. അപ്പോൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ഇവിടെ റെഡ്, താഴെ റെഡ് തരും. അങ്ങനെ മാത്രം നമ്മൾ അവിടെ നിന്ന് എടുത്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഇത് സെല്ല് കൺഫേംഡ് അല്ല. സെല്ല് നമുക്ക് വന്നിരിക്കുന്ന സെല്ല് സിഗ്നൽ ഇവിടെ കൺഫർമേഷൻ നമുക്ക് ഒരു കൺഫർമേഷനും മാച്ചും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് ഇപ്പം ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന ബൈ ആണ്. ബൈ 2:30 അതിൻ്റെ എൻട്രി പോയിന്റും ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 79 ആണ് ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡും തേർഡും. അപ്പോൾ ഇതിന് ഇപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് അടിക്കാതെ മാർക്കറ്റ് തിരിച്ചിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡ് വേസ് വഴി കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ വൈസ് തിരിച്ചിറങ്ങുമ്പോൾ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ താഴത്തെ സോൺ നോക്കി കട്ട് ചെയ്യാം. താഴത്തെ സോൺ നോക്കിയാൽ മാർക്കറ്റ് സെല്ലിലായി റെഡിൽ ഗ്രീൻ ആയ സ്ഥിതിക്ക് ബൈ ആണ്. റെഡിലേക്ക് കൺവേർട്ട് ആകുമ്പോൾ മാത്രമേ ഇവിടെ നിന്നൊരു സെല്ല് വരത്തുള്ളൂ. അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ നോക്കുക. ഈ മാർക്കറ്റിന് ഈ ഗ്രീൻ റെഡ് ആയിട്ടുള്ള ട്രെൻഡ് ലൈൻ നോക്കി നമുക്ക് അവിടെ നിന്ന് ചെറിയ പ്രോഫിറ്റൊക്കെ എടുക്കുന്നവർക്ക് ആ ട്രെൻഡ് ലൈൻ തിരിച്ചിറങ്ങുമ്പോൾ ഒരു ഡൗൺ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ കട്ട് ചെയ്ത് വിടാം. അല്ലെങ്കിൽ നമുക്ക് താഴത്തെ സോൺ മാറി വരുന്നവരെ നമുക്ക് ഹോൾഡ് ചെയ്യാം പൊസിഷൻ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ താഴത്തെ സോൺ മാറി നമുക്കൊന്ന് ചേഞ്ച് ആവുന്നതിന് മാർക്കറ്റ് ആക്ച്വലി ബൈലാണ്. ഇപ്പോൾ സെല്ലിലേക്ക് പോകുകയാണെങ്കിൽ മാത്രമേ അവിടെ റെഡ് കൺവേർട്ടായി വരത്തില്ല. ഇപ്പോൾ ഇവിടുന്ന് ഒരു ശാലം താഴ്ത്തിറങ്ങാൻ നോക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് പിന്നെയും തിരിച്ചു കയറുകയാണ് ചെയ്യുന്നത്. സോഫ്റ്റ് അവിടെ ഒരു സെൽ സിഗ്നൽ തന്നില്ല. സെൽ സിഗ്നൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്യാൻഡിൽ കളർ റെഡും താഴെ റെഡ് കൺഫേം, അതേപോലെ നമുക്ക് പ്രൈസ് ഇൻ സെൽസ് ഉണ്ട്. ഇത് 3 ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ അവിടെ നികത്തി വെച്ചാൽ മതി. അപ്പോൾ ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. ഇത് ഞാൻ കാണിച്ച ഒരു സ്ട്രാറ്റജി മാത്രം, നമ്മുടെ 8.1. ഇതേപോലെ 7.1 ഉണ്ട്. എല്ലാ സ്ട്രാറ്റജിയും നമുക്ക് വർക്കൗട്ടാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ആക്ച്വലി 6 സ്ട്രാറ്റജി ഉണ്ട്. 6 എന്ന് പറഞ്ഞ സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇതിനകത്ത് ട്രെൻഡ് ലൈൻ വൈസ് കൊണ്ട് ക്യാൻഡിൽ കളർ കൊടുത്തില്ല. അപ്പോൾ കളർ വേണേൽ കൊടുക്കാം. അതേപോലെ അഗെയിൻ മാർക്കറ്റ് തിരിച്ച് കയറുന്നുണ്ട്. അപ്പോൾ എക്സിറ്റ് ചെയ്യാനായിട്ടും അവിടുന്ന് ട്രെൻഡ് ലൈൻ മാറി വരും. അപ്പോൾ അതേപോലെ നമുക്ക് 6, അപ്പോൾ ഫസ്റ്റ് വരെ വിൻട്രേഡർ ഫസ്റ്റ് നമ്മൾ റിലീസ് ചെയ്ത വിൻട്രേഡർ ഇങ്ങനെയാണ്. ജസ്റ്റ് ആ ട്രെൻഡ് ലൈൻ വൈസ് വെച്ചിട്ട് അപ്പോൾ റിവേഴ്സ് പോകുമ്പോൾ ക്രോസ് സിമ്പിളായിട്ട് കാണിച്ചു തരും. റെസിസ്റ്റൻസ് ഉണ്ട്, സപ്പോർട്ട് ഉണ്ട്, സോൺ താഴെ കാണിച്ചിട്ടുണ്ട്, പെർസെൻറ്റേജ് ഉണ്ട്. അപ്പം ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 8 സ്ട്രാറ്റജികളും എങ്ങനെ വർക്കൗട്ട് ആവുന്നു ലൈവ് സെക്ഷനായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ആ ലൈവ് സെക്ഷനിലേക്ക് നിങ്ങൾക്കൊരു ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റ്, ടെസ്റ്റിമോണീസ് അതെല്ലാം നമുക്ക് താഴെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, താങ്ക് യു.